നമസ്കാരം. സെറ്റാഫിൽ ഡെർമറ്റോളജിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ്. ക്ലെൻസറുകൾ, മോയ്സ്ചറൈസറുകൾ, സൺ പ്രൊട്ടക്ഷൻ, ബേബി പ്രോഡക്ട്സ് തുടങ്ങിയവ ഉൾപ്പെടെ സെൻസിറ്റീവ് സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകുന്ന നിരവധി പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡാണ് സെറ്റാഫിൽ. ഇതിന്റെ ചില പ്രോഡക്റ്റുകൾ എന്തെല്ലാമാണെന്നും ഉപയോഗിക്കേണ്ടത് ആർക്കൊക്കെയെന്നും നോക്കാം. pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെറ്റാഫിൽ പ്രോഡക്റ്റാണ് സെറ്റാഫിൽ ജെന്റിൽ സ്കിൻ ക്ലെൻസർ. അക്വ, സെറ്റൈൽ ആൽക്കഹോൾ, പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ, സോഡിയം ലോറൈൽ സൾഫേറ്റ്, സ്റ്റിറൈൽ ആൽക്കഹോൾ, പോളിസോർബേറ്റ് 20, മീഥൈൽ പാരാബെൻ, പ്രൊപ്പൈൽ പാരാബെൻ, മ്യൂട്ടൈൽ പാരാബെൻ തുടങ്ങിയവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ. വളരെ മൃദുവായിട്ടുള്ള ഒരു സ്കിൻ ക്ലെൻസറാണിത്. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വാട്ടറി ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിന് ഒട്ടും തന്നെ പതയുണ്ടാകില്ല. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന കണ്ടന്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത്തരം കണ്ടന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് ഇത് നൽകുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള പാരാബെൻസ്, സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്നിവയെക്കുറിച്ച് നെഗറ്റീവായുള്ള അഭിപ്രായങ്ങളുണ്ട്. പാരാബെൻ ദോഷമുണ്ടാക്കുന്ന കണ്ടന്റ് ആണെന്നും ഇത് ക്യാൻസറിന് വരെ കാരണമാകാമെന്നുമാണ് അത്. എന്താണ് പാരാബെൻസ്? നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമൊക്കെ നാച്ചുറലി കാണപ്പെടുന്ന ഒരു ആസിഡായ പാരാഹൈഡ്രോക്സി ബെൻസോയിൽ ആസിഡിൽ നിന്നാണ് പാരാബെൻസ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ്, ബീൻസ്, കുക്കുംബർ, സവാള പോലുള്ള പച്ചക്കറികളിലും ബ്ലൂബെറി, സ്ട്രോബെറി, മൾബെറി, മാങ്ങ, പീച്ചസ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളിലും കൂടാതെ കൊക്കോ, വാനില എന്നിവയിലും ഇത് കാണപ്പെടുന്നു. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ചിലപ്പോൾ പെട്ടെന്ന് കേടുവരുന്നതായി കാണാം. ബാക്ടീരിയയും മറ്റു ചില സൂക്ഷ്മജീവികളും കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുണ്ടാവാതിരിക്കാൻ സാധാരണയായി ചില പ്രിസർവേറ്റീവ്സ് ഇവയിൽ ചേർക്കാറുണ്ട്. ഭക്ഷണം, മരുന്നുകൾ, കോസ്മെറ്റിക് ഐറ്റംസ്, മറ്റുൽപ്പന്നങ്ങൾ എന്നിവ കേടാകുന്നത് തടയുന്ന കെമിക്കൽ അഡിറ്റീവുകളാണ് പ്രിസർവേറ്റീവ്സ്. ഇവ നാച്ചുറലോ സിന്തറ്റിക്കോ ആകാം. വെള്ളം കൂടുതലായി ഉപയോഗിച്ചുള്ള ലോഷൻസ് എന്നിവയിലാണ് പ്രത്യേകിച്ചും ഇവ ഉപയോഗിക്കുന്നത്. ഇവയിൽ ബാക്ടീരിയകൾ പെട്ടെന്ന് വളരാൻ സാധ്യതയുള്ളതിനാലാണ് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്നവയാണ് പാരാബെൻസ്. ഇത് നിരവധിയായിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചിലതാണ് പ്രൊപ്പൈൽ പാരാബെൻ, മീഥൈൽ പാരാബെൻ, ബ്യൂട്ടൈൽ പാരാബെൻ എന്നിവ. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലും പായ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളിലും പാരാബെൻസ് ചേർക്കാറുണ്ട്. കോസ്മെറ്റിക്കുകളിൽ തീരെ ചെറിയൊരളവിൽ മാത്രമാണ് ഇവ ചേർക്കുന്നത്. അതിനാൽ തന്നെ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. ഇതിലടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും പാരബെൻസ് അടങ്ങിയിട്ടുണ്ട്. സോഡിയം ലോറൈൽ സൾഫേറ്റ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റാണ്. ഇത് സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുന്നു. പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ഒരു ഹ്യൂമക്റ്റന്റ് ആണ്. ഇത് സ്കിന്നിന് ഹൈഡ്രേഷൻ നൽകുന്നു, അതായത് ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. സ്കിന്നിനെ നന്നായി മോയ്സ്ചറൈസ് നൽകുന്ന മറ്റൊരു കണ്ടന്റാണ് സെറ്റൈൽ ആൽക്കഹോൾ. ഇവ രണ്ടും ഏറ്റവും കൂടിയ അളവിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനാൽ സോഡിയം ലോറൈൽ സൾഫേറ്റ് ഉണ്ടാക്കുന്ന ഇറിറ്റേഷന്റെയും ഡ്രൈനെസിന്റെയും തീവ്രത കുറയ്ക്കാൻ ഇവയുണ്ടാക്കുന്ന മോയ്സ്ചറൈസിംഗ് എഫക്റ്റിന് കഴിയുന്നു. അത് കാരണം ഈ ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നില്ല. പക്ഷേ സെൻസിറ്റീവ് സ്കിൻ, അലർജിക് സ്കിൻ ഉള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുമാത്രമല്ല ഈ സോഡിയം ലോറൈൽ സൾഫേറ്റ് സ്കിന്നിലെ സുഷിരങ്ങൾ അടയ്ക്കുന്നതിനാൽ മുഖക്കുരു ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ മുഖക്കുരുവിന്റെ പ്രശ്നമുള്ളവരും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലടങ്ങിയിരിക്കുന്ന നിയാസിനാമൈഡ് അഥവാ വൈറ്റമിൻ B3 സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിന് ധാരാളം ആന്റി ഓക്സിഡന്റും ഹൈഡ്രേറ്റിംഗുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനാൽ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഈ ക്ലെൻസർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് മിസെല്ലാർ ടെക്നോളജി ഉപയോഗിച്ചായതിനാൽ മേക്കപ്പ്, അഴുക്ക്, മറ്റു മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ വളരെ നല്ലതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഗ്ലിസറിൻ, സെറ്റൈൽ ആൽക്കഹോൾ, പാന്തനോൾ, നിയാസിനാമൈഡ് തുടങ്ങിയവയാണ്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇതിന് സ്കിന്നിനെ സോഫ്റ്റും സ്മൂത്തുമാക്കാനുള്ള കഴിവുണ്ട്. ഇത് സ്കിന്നിന് കൂടുതൽ സമയത്തേക്ക് മോയ്സ്ചറൈസേഷൻ നൽകുന്നു. സ്കിന്നിനുള്ളിൽ നിന്നും വാട്ടർ അബ്സോർബ് ചെയ്ത് സ്കിന്നിന്റെ മോയ്സ്ചർ വീണ്ടെടുക്കാനും ആരോഗ്യവും യൂത്ത്ഫുൾ ആയിരിക്കാനും സഹായിക്കുന്നു. പാന്തനോൾ വൈറ്റമിൻ B5 ഒരു ആക്റ്റീവ് ഫോമാണ്. ഇതിന്റെ മോയ്സ്ചറൈസിംഗ് പ്രോപ്പർട്ടികൾ സ്കിന്നിന്റെ മോയ്സ്ചറൈസർ വീണ്ടെടുക്കാനും മൃദുവും സ്മൂത്തുമായിരിക്കാനും സഹായിക്കുന്നു. ഈ ക്ലെൻസർ സ്കിന്നിന്റെ ഡ്രൈനെസ്, ഇറിറ്റേഷൻ, റഫ്നെസ്, ടൈറ്റ്നെസ്, സ്കിൻ ബാരിയർ വീക്ക് ആയിരിക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്നു. ഇത് വെള്ളം ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും ക്ലെൻസ് ചെയ്യാം. ഇനി ഇത് ഏത് സ്കിൻ ടോണിലുള്ളവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണിത് നല്ലത്. ഇതിൽ ധാരാളമായി മോയ്സ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട്.
എന്നു മാത്രവുമല്ല തീരെ പതയും ഉണ്ടാകില്ല. മുഖം ക്ലീൻ ആകാതിരുന്നാൽ സുഷിരങ്ങൾ അടയുന്നതിനും മുഖക്കുരു ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അതിനാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഇത് ഉപയോഗിക്കാൻ നല്ലത്. സെറ്റാഫിൽ ഓയിലി സ്കിൻ ക്ലെൻസറും pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് മുഖത്തെ സുഷിരങ്ങൾ അടയ്ക്കുന്നില്ല, അതിനാൽ മുഖക്കുരുവിന് കാരണമാകുന്നില്ല. ഇതിൽ ഡിറ്റർജന്റുകളൊന്നും അടങ്ങിയിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. അതിനാൽ ഇത് സ്കിൻ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ സുഷിരങ്ങൾ ക്ലെൻസ് ചെയ്യുന്നതിനാൽ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇത് നോർമൽ ഓയിലി സ്കിൻ ഉള്ളവർക്കും മുഖക്കുരു ഉള്ളവർക്കും വളരെ നല്ലൊരു ഫേസ് വാഷാണ്. ചിലരുടെ സ്കിൻ എപ്പോഴും കൂടുതൽ ഓയിലിയായി കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ളവരിൽ അധികമായി ഉണ്ടാകുന്ന ഓയിലിനെ ഇത് കൺട്രോൾ ചെയ്യുകയും സുഷിരങ്ങൾ ക്ലെൻസ് ചെയ്യുകയും ചെയ്യുന്നു. സെറ്റാഫിൽ മോയ്സ്ചറൈസേഴ്സ് സെറ്റാഫിൽ ക്ലെൻസറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എഫക്റ്റീവാണ്. ഇതിൽ സുഗന്ധമുണ്ടാക്കുന്ന കണ്ടന്റുകൾ ഒന്നും ചേർത്തിട്ടില്ല. ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളിൽ മുഖത്തിന് നല്ല ഹൈഡ്രേഷൻ നൽകുന്ന ഹ്യൂമക്റ്റൻസ്, സ്കിൻ സോഫ്റ്റ് ആക്കുന്നതിനും മോയ്സ്ചറൈസർ ചെയ്യുന്നതിനുമുള്ള എമോലിയന്റ്, ജലാംശം നഷ്ടപ്പെടുന്നത് തടയുന്നതിനുള്ള ഒക്ലൂസീവ്സ്, സ്കിൻ ബാരിയറിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനായുള്ള ലിപ്പിഡ്സ് ഇവയൊക്കെയാണ് പ്രധാനമായുമുള്ളത്. ഹ്യൂമക്റ്റൻസ് ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള, അതായത് വസ്തുക്കളിൽ ഈർപ്പം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ജലമാഗിരണം ചെയ്യുന്ന വസ്തുക്കളാണ്. ഭക്ഷണം, മരുന്നുകൾ, കോസ്മെറ്റിക്സ്, കീടനാശിനികൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രോഡക്റ്റുകളിൽ അവ ഉപയോഗിക്കുന്നു. ഈ മോയ്സ്ചറൈസർ ഏറ്റവും യോജിക്കുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ്. കോമ്പിനേഷൻ സ്കിന്നിനും ഇത് ഉപയോഗിക്കാം. ഓയിലി സ്കിൻ ഉള്ളവരും നോർമൽ സ്കിൻ ഉള്ളവരും തണുപ്പുള്ള സമയങ്ങളിൽ സ്കിൻ ഡ്രൈ ആയി ഇളകിപ്പോകുന്ന കണ്ടീഷനിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. സെറ്റാഫിൽ ഡാം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണ്. നോർമൽ സ്കിന്നിന് ഉപയോഗിക്കാവുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. സാധാരണ നോർമൽ സ്കിന്നിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് കുറവാണ്. ചെറിയ രീതിയിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതും ഫ്രാഗ്രൻസ് ഫ്രീ ആയതുമായ ഒരു മോയ്സ്ചറൈസറാണ് സെറ്റാഫിൽ മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഇത് മുഖത്തും ശരീരത്തിലും ഉപയോഗിക്കാവുന്നതാണ്. കോമ്പിനേഷൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് നല്ലതാണ്. സെറ്റാഫിൽ റീസ്റ്റോറിഡേം അഡ്വാൻസ് സ്കിൻ റീസ്റ്റോറിംഗ് ബോഡി മോയ്സ്ചറൈസേഴ്സ് ഒരുപാട് ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയന്റ് അടങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. ചിലരിൽ മുഖത്തെ ഡ്രൈനെസ് വളരെ കൂടുതലാകുമ്പോൾ സ്കിൻ ഇളകിപ്പോകുന്നതായി കാണാം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു മോയ്സ്ചറൈസറാണിത്. ചിലതരം സ്കിൻ കണ്ടീഷൻസ് ആയ എക്സിമ, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നിവയുള്ളവർക്ക് ഈ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ഇത് വളരെ സഹായകരമാണ്. ശരീരത്തിലും മുഖത്തും ഇത് ഉപയോഗിക്കാം. സെറ്റാഫിൽ സൺ SPF 50+ ലൈറ്റ് ജെൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഉയർന്ന സംരക്ഷണം നൽകുന്നു. ഇതിലെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അഥവാ SPF 50 എബവ് ആണ്. ഇതിൽ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ചില ഫിൽറ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അവയിലൊന്നാണ് ടിനോസോർ S. അൾട്രാ വയലറ്റ് A, അൾട്രാ വയലറ്റ് B രശ്മികൾക്കെതിരെ സംരക്ഷണം നൽകുന്ന ബ്രോഡ് സ്പെക്ട്രം കെമിക്കൽ ഫിൽറ്ററാണിത്. ഉയർന്ന ഫോട്ടോ സ്റ്റേബിൾ ആണ്, അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആകുന്നില്ല. കൂടുതൽ കാലത്തെ സംരക്ഷണം നൽകുന്നു. യുവിനുൽ A+, അൾട്രാ വയലറ്റ് A രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇത് ഫോട്ടോ സ്റ്റേബിൾ ആണ്. ഒപ്പം കൂടുതൽ കാലം സംരക്ഷണം നൽകുന്നതിന് മറ്റ് ഫിൽറ്ററുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. യുവിനുൾ T150 അൾട്രാ വയലറ്റ് B രശ്മികൾക്കെതിരെ ഉയർന്ന സംരക്ഷണം നൽകുന്ന ഒരു ഫിൽറ്ററാണ്. ഇതും ഫോട്ടോ സ്റ്റേബിൾ ആണ്. മറ്റ് ഫിൽറ്ററുകളുമായി ചേരുമ്പോൾ ആകെയുള്ള അൾട്രാ വയലറ്റ് സംരക്ഷണം കൂട്ടുന്നു. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കെമിക്കൽ അൾട്രാ വയലറ്റ് B ഫിൽറ്ററാണ് ഓക്ടിനോക്സൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കുന്നു. പക്ഷേ മറ്റ് ഫിൽറ്ററുകളെ അപേക്ഷിച്ച് ഇതിന് ഫോട്ടോ സ്റ്റെബിലിറ്റി കുറവാണ്. അതിനാൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഇതിന് നല്ലതല്ല. ഇത് കൂടുതൽ സ്റ്റേബിളായ ഫിൽറ്ററുകളുമായി ചേർക്കുന്നത് നല്ലതാണ്. ടിനോസോർബ് M ഫിൽറ്റർ അൾട്രാ വയലറ്റ് A, അൾട്രാ വയലറ്റ് B രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുകയും ഇതിലെ മറ്റു ഫിൽറ്ററുകളുടെ ഫോട്ടോ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്ടിനോക്സൈഡ് പോലെയുള്ളവയെ സ്റ്റെബിലൈസ് ചെയ്യാൻ, അതായത് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളർ പോലെ തോന്നുമെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ അത് മാറിക്കൊള്ളും. ചിലരിൽ ഇത് ചെറിയ ബ്രൗൺ കളർ പോലെയുണ്ടാകും. എന്നാൽ ഇതൊന്നും ഈ പ്രോഡക്റ്റ് തരുന്ന ഹൈ പ്രൊട്ടക്ഷൻ വെച്ച് നോക്കിയാൽ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇത് ഫംഗൽ ആക്നെ സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. മുഖത്തും ശരീരത്തിലും പുരട്ടാവുന്നതാണ്. ഇത് ഹൈലി വാട്ടർ റെസിസ്റ്റന്റ് ആണ്. വെള്ളമോ വിയർപ്പോ പറ്റിയാലും ഇളകി പോവുകയില്ല. ഇതിൽ വൈറ്റമിൻ E അടങ്ങിയിരിക്കുന്നു.
എല്ലാ തരത്തിലുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഓയിലി സ്കിൻ ഉള്ളവർ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഓയിലി ആയി തോന്നാം. നോർമൽ, കോമ്പിനേഷൻ, ഡ്രൈ, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സൂര്യപ്രകാശം ഏൽക്കുന്നതിന് സാധ്യതയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമായ ഒന്നാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെയോ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം മാത്രം പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.